കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് മൈദ വെച്ചിട്ടൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന മാതിരിക്ക് കുഴച്ചെടുക്കണം. അമ്പലത്തിൽ പോകുന്നുണ്ടോ? അച്ഛൻ കൊണ്ടുപോകണ പോവാട്ടോ. അച്ഛൻ നേരത്തെ വരുവാണെ പോവാം. അമ്മ, നമ്മള് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോ അവിടെ കുറെ റൈഡൊക്കെ കണ്ടില്ലായിരുന്നോ? അപ്പൊ ഇന്ന് നമ്മള് പോകുമ്പോ റൈഡ് കേട്ടണേ. അച്ഛൻ സമ്മതിക്കുവാണെ കേറിക്കോ. എങ്കിലും അച്ഛോട് പറ. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മയം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇല്ലാമ എനിക്ക് സ്ലൈം വേണം, മാല വേണം, വള വേണം, കമ്മല് വേണം, പിന്നെ ചൈനീസ് റിങ് വേണം. ചൈനീസ് റിങ് ഇന്നാള് വാങ്ങിച്ച എന്തിയേ? അത് പൊട്ടിപ്പോയി. ഇതൊക്കെ അച്ചോട് പറഞ്ഞാട്ടാ. പിന്നെ പിന്നെ പൂക്കട ഉണ്ടെങ്കിൽ അവിടുന്ന് പൂ മേടിച്ചേ. എവിടെ വെക്കാൻ? രാത്രിക്ക് അല്ല, അത് ചെടിക്കടയില്ലേ, അവിടുന്ന്. തീരെ നൈസ് അല്ലാതെ കൊണ്ട് ചെറുതായിട്ടൊരു കട്ടിയിൽ പരത്തെടുക്കണം കേട്ടോ. ഒത്തിരി നൈസായി പോകരുത്. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ അടപ്പ്, ഒരുപാട് വലുതല്ല, ചെറിയ അടപ്പ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് കട്ടെടുക്കണം. കണ്ടില്ലേ? അതുപോലെ. ഇനി ഇച്ചിരിയുടെ വലിയ അടപ്പ് എടുത്തിട്ട് ഇതുപോലെ, അത് കുറച്ച് എണ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. ഇതുപോലെ ഞാൻ ഇപ്പോൾ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ചെറിയ അടപ്പിലേക്കും ഇതുപോലെ ഒന്ന് ഓരോന്നും പിറക്കി വെച്ചു കൊടുക്കുക. ഒന്നിന് മേളിൽ ഒരു ഹാഫ് പോർഷനിൽ വെച്ചിട്ട് ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഒരേ രീതിക്കുള്ള ഭക്ഷണം, അതിപ്പോൾ ടേസ്റ്റ് ഒന്നാണേലും കാണുമ്പോൾ ഒരു പുതുമ ഉണ്ടാകുമ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടും, അവരത് തിന്നും. അതുകൊണ്ട് ഇങ്ങനെ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ വെച്ച് കഴിയുമ്പം ഈ നമ്മൾ ആദ്യം വെച്ചത് അതിൻ്റെ മേളിലേക്കാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ, ഒത്തിരി പ്രസ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി വെക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒരു പൂവിൻ്റെ എതള് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അടിയിലേക്ക് വലിയ പീസ് കട്ട് ചെയ്തത് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഈ അടപ്പ് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യണമെന്നില്ല, ഒത്തിരി അമക്കണമെന്നില്ല. ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ, തനി പൂവ് വിരിഞ്ഞിരിക്കുന്ന പോലെ തന്നെ വരും കേട്ടോ നമ്മുടെ പലഹാരം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതേ കണക്കിന് ഇപ്പോൾ ഞാൻ 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പാകമാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിനി വാങ്ങാം കേട്ടോ. ഇതേപോലെ തന്നെ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന വേറെ പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉത്സവ വിശേഷം കൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.